ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇന്നലെ 7 ഗോത്രങ്ങൾക്കായി യോശുവ നറുക്കിടുന്ന ഭാഗം നമ്മൾ കണ്ടു. ആദ്യം അവസാനത്തെ പുത്രനായ യാക്കോബിൻ്റെ ഇളയ പുത്രനായ ബെഞ്ചമിൻ ഗോത്രത്തിന് ലഭിച്ച അവകാശത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത്തെ നറുക്ക് ഇവിടെ വീഴുന്നത് ശിമിയോൻ ഗോത്രത്തിനാണ്. ശിമിയോൻ ഗോത്രത്തിന് ലഭിച്ചതായ സ്ഥലം ഏകദേശം 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമായിരുന്നു. മൂന്നാമത്തെ നറുക്ക് വീണത് ശെബൂലൂൻ ഗോത്രത്തിനാണ്. 12 പട്ടണങ്ങളും അതിലെ ഗ്രാമങ്ങളും അവർക്ക് ലഭിക്കുന്നു. നാലാമത്തെ നറുക്ക് ഇസ്സാഖാർ ഗോത്രത്തിന് 16 പട്ടണങ്ങളും അതിലെ ഗ്രാമങ്ങളും. അഞ്ചാമത്തെ നറുക്ക് ആഷേർ ഗോത്രത്തിന് 22 പട്ടണങ്ങളും അതിലെ ഗ്രാമങ്ങളും. ആറാമത്തെ നറുക്ക് നഫ്താലി ഗോത്രത്തിന് 19 പട്ടണങ്ങളും അതിലെ ഗ്രാമങ്ങളും. ഏഴാമത്തെ നറുക്ക് ദാൻ ഗോത്രത്തിന് ലഭിക്കുന്നു. ഏകദേശം 19 പട്ടണങ്ങളും അതിലെ ഗ്രാമങ്ങളും അവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. എല്ലാ ഗോത്രത്തിനും അവകാശം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ജോഷുവായ്ക്ക് ഒരവകാശം അവിടെ കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. തിമ്നത്ത് ശേല പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോശുവയ്ക്ക് നൽകുന്നു. യോശുവ അത് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. ആ സ്ഥലം യോശുവയ്ക്ക് അവർ നൽകുകയാണ്. അങ്ങനെ ദേശവിഭജനം അവിടെ പൂർത്തിയാകുന്നതായി അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈ ദേശവിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ദേശം, നമുക്ക് ലഭിച്ചതായ ഭവനം, നമുക്ക് ലഭിച്ചതായ അവകാശം, അത് ദൈവത്തിൻ്റെ ദാനമായി കണ്ട് ദൈവത്തിന് നന്ദി രേഖപ്പെടണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, നമ്മുടെ ചെറുപ്പകാലത്ത് ഞാൻ ഈ ഭവനത്തിലല്ല മറ്റൊരു ഭവനത്തിലായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു, കുറേ കൂടെ മെച്ചമായ ജീവിതം നയിക്കാമായിരുന്നു, കുറച്ചുകൂടി എനിക്ക് കഷ്ടതയില്ലാതെ ജീവിക്കാമായിരുന്നു ഒക്കെ മനുഷ്യൻ ചിന്തിക്കും. പക്ഷെ നമ്മളൊക്കെ ഏത് ഭവനത്തിൽ, ഏത് സ്ഥലത്ത്, ഏത് കാലത്ത്, ഏത് മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണമെന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. എഫേസ്യർ 1:4 മുതൽ പൗലോസ്ലീഹ പറയുന്നു, ലോകസ്ഥാപനത്തിനു മുൻപേ ക്രിസ്തുവിൽ നിങ്ങളെ അവനെ തിരഞ്ഞെടുത്തു, അവൻ്റെ കൃപയ്ക്കും മഹിമാധനത്തിനും പങ്കുപറ്റുവാൻ നമ്മളെ തിരഞ്ഞെടുത്തു എന്നാണ്. ലോകസ്ഥാപനം ഭൂമി ഉണ്ടാവട്ടെ എന്ന് ദൈവം പറഞ്ഞതാണ്. അതിനു മുൻപ് തന്നെ ദൈവത്തിൻ്റെ നിശ്ചയമാണ് നമ്മൾ ഏത് കാലത്ത്, ഏത് സ്ഥലത്ത്, ഏത് മാതാപിതാക്കളിൽ നിന്ന്, ഏത് കുടുംബത്തിൽ ജനിക്കണമെന്നുള്ളത്. ഇരമ്യാവ് 1:5 യഹോവയായ ദൈവം ഇരമ്യാവോടും പറഞ്ഞതാണല്ലോ, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ അറിഞ്ഞു, വിശദീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം തരുന്നതായ ഭവനവും, ദൈവം തരുന്നതായ സ്ഥലവും, ദൈവം തരുന്നതായ സമയവും, അതിൽ നമ്മൾ എങ്ങനെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും നീതിബോധത്തോടും പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമാണ് ദൈവം നോക്കുന്നത്. എനിക്കത് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യ ജനിച്ച നമ്മൾ അമേരിക്കയിൽ നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ ജനിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമായ ജീവിതം നയിക്കാമായിരുന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് തന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് ദൈവം നമ്മെക്കുറിച്ച് വിലയിരുത്തുന്നത്. എല്ലാ സാഹചര്യത്തിലും ജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം ദൈവം നമുക്ക് നൽകിക്കൊള്ളും. അതിൽ നമ്മൾ എപ്രകാരം ജീവിക്കുന്നു, എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമാണ് ദൈവം നോക്കുക. അതുകൊണ്ട് എനിക്ക് ആ ഭവനം അല്ലെങ്കിൽ ആ സ്ഥലം ലഭിക്കാതെ പോയതിൽ ഞാൻ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്ക് ന്യായവിധിക്ക് ഞാൻ യോഗ്യനാകുന്നത് ലഭിച്ചതിൽ ഞാൻ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചാണ് സ്വർഗമോ നരകമോ എനിക്ക് നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ലഭിച്ചതിൽ സന്തോഷിക്കുക. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും, ഇത് കുറച്ച് ലഭിച്ചവനോട് കുറച്ചേ ചോദിക്കുകയുള്ളൂ.
താലന്തുകളുടെ ഉപമ കർത്താവ് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. 5 താലന്ത് ലഭിച്ചവൻ, 2 ലഭിച്ചവൻ, 1 ലഭിച്ചവൻ. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടി ഉണ്ടാക്കിയവൻ അത്രയും അധ്വാനിക്കണം. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടി സമ്പാദിച്ചു. 1 ലഭിച്ചവൻ 1 ഉള്ളൂ എന്ന് പറഞ്ഞ് മണ്ണി കുഴിച്ചിട്ടു. യജമാനൻ അവനെ വിളിക്കുന്നത് ദുഷ്ടദാസ എന്നാണ്. ഞാൻ തന്നത് 1 താലന്തേ ഉള്ളെങ്കിൽ നീ അത് പലിശയ്ക്ക് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമ്പോൾ പലിശ സഹിതം എനിക്കത് വാങ്ങാമായിരുന്നില്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് 1 ലഭിച്ചവൻ 1 കൂടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, അവൻ 5 ഉണ്ടാക്കണ്ട. അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് ഷെയർ ലഭിച്ചവനാണ് വാസ്തവത്തിൽ ഭാഗ്യവാൻ. അവൻ അത്രയും അധ്വാനിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ, ദൈവം തന്നിട്ടുള്ളതായ ഭവനങ്ങൾ, ദൈവം തന്നിട്ടുള്ള മാതാപിതാക്കൾ, ദൈവം തന്നിട്ടുള്ള ബന്ധുജനങ്ങൾ, ദൈവം നമുക്ക് ശുശ്രൂഷിക്കാൻ തന്നിട്ടുള്ള ദേവാലയങ്ങൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനൊക്കെ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി അതിൽ നമ്മൾ പ്രവർത്തിക്കുക. അതാണ് ദൈവം നമുക്ക് തരുന്നതായ പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം. നമ്മളവിടെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ്. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളതിൽ നമ്മൾ സംതൃപ്തി കണ്ട് നോമിൻ്റെ പ്രാർത്ഥനകളുടെ ഒക്കെ ഉള്ളടക്കം, അത് ഒക്കെ അതിൻ്റെയൊക്കെ ഉള്ളടക്കം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോഹം നമുക്ക് പാടില്ല. ദൈവം തന്നിട്ടുള്ളതിൽ നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കുക. അതിന് ആ വലിയ സംതൃപ്തി, ദൈവ സാമീപ്യമാണ് ഏറ്റവും വലിയ സംതൃപ്തിയും ഏറ്റവും വലിയ സമ്പത്തും. പ്രാർത്ഥനയിലൂടെ, വേദപുസ്തക വായനയിലൂടെയൊക്കെയും ആ സാമീപ്യം അനുഭവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.